ബാബരി മസ്ജിദ് പൊളിച്ചല്ലോ. ബാബരി മസ്ജിദ് പൊളിച്ചിട്ട് അത് പൊളിക്കാൻ വേണ്ടി പോയ കരസേവകന്മാരിൽ ഒരാള് RSSകാരൻ, ശിവസേനക്കാരൻ, അയാൾ ഇസ്ലാമായി. എവിടെ വെച്ചെന്നറിയോ? ഷാർജയിൽ വെച്ച്. ഷാർജക്കാരനോട് വലിയ വിരോധമാണല്ലോ. അല്ല, ഹുസൈൻ സലഫിനെയാ പറയുന്നത്. അത് നിങ്ങൾക്ക് ഉണ്ടാവും, അതുണ്ടാവും. ഉണ്ടായത് എന്തായാലും ജനങ്ങൾക്കറിയാം, നിങ്ങൾക്കും അറിയാം, ജനങ്ങൾക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം ഈ കാര്യം. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ? അയാൾ മുസ്ലിം ആകാനുള്ള ഒരു കാരണമുണ്ട്. അത് കേട്ടോ, ആരെ പത്രത്തിലൊക്കെ വന്ന വാർത്തയും കൂടിയാണ്, കണ്ടവരുണ്ടാവും. ഈ ഷാർജയിലുള്ള ഒരു പ്രത്യേകത എന്താ അറിയോ? ഞാൻ അവിടെ ചെന്നിട്ട് മനസ്സിലാക്കിയ, ബിലാൽ ഫിലിപ്സ് ഇംഗ്ലീഷിൽ ഖുത്ബത്തുണ്ട് ഷാർജയില്. അവിടെ 200-ലധികം വരുന്ന മുസ്ലിങ്ങൾ ഉണ്ടാവും അത്രേ ഈ ഖുത്ബകൾ. ഒരിക്കലും ഞാൻ കണ്ടിട്ടുണ്ട്, എണ്ണമൊന്നും എനിക്കറിയില്ല. അവർ പറയണ 100-200 ആളുകൾ ഉണ്ടാവും മുസ്ലിങ്ങൾ. നിസ്കാരത്തിന്റെ സമയത്ത് മാത്രം കുറെ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. ആലോചിക്കണം, ശരിക്കും ആലോചിക്കണം, ശരിക്കും പഠിക്കണം. അതുപോലെ തന്നെ കർണാടകക്കാരൻ നടത്തുന്ന, കർണാടക മംഗലാപുരത്തുള്ള ഒരു ആള് നടത്തുന്ന പിന്നെ ഉറുദു ഖുത്ബ, ഹിന്ദിയിലും ഉറുദുവിലും നടത്തുന്ന ഖുത്ബ, അതോടൊപ്പം തമിഴ്നാട്ടുകാരൻ നടത്തുന്ന ഖുത്ബ ഉണ്ട്. അവിടെ അദ്ദേഹം തമിഴിലാണ് ഖുത്ബ നടത്തുന്നത്. ഹുസൈൻ സലഫി ഖുത്ബ നടത്തുന്ന മലയാള പള്ളിയും. അറബികൾക്ക് വേണ്ടി അറബികൾ അറബിയിൽ മാത്രം പറയുന്ന ഖുത്ബ ഉണ്ട്. എന്തൊരു പരിവർത്തനം അവിടെ അറിയോ? അതുകൊണ്ട് തന്നെ ദുബായിനെ അപേക്ഷിച്ച് ഷാർജയിൽ പോയ സുന്നികളായ എന്റെ പൊന്നാര സുന്നി സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എന്നോട് എന്തു വെറുപ്പ് ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് മാറുന്ന ഒരു കാലം വരും. ഇൻഷാ അല്ലാഹ് കാത്തിരുന്ന് കാണാൻ ഞങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കാം. പക്ഷേ നിങ്ങൾ ശരി, ഷാർജയിൽ സുന്നികളുണ്ടല്ലോ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ദുബായിനെ അപേക്ഷിച്ച് എന്തുകൊണ്ടാണ് ഷാർജയിൽ ഇസ്ലാമിന്റെ നിയമങ്ങൾ ദുബായിനേക്കാൾ കൂടുതൽ സ്ട്രിക്റ്റ് ആണ് ഷാർജയിൽ? അതിന് കാരണം ഈ എല്ലാ ഭാഷക്കാരും അവിടെ കൃത്യമായ ഭാഷയിൽ ദേവത്തെടുത്തെയും എല്ലാവർക്കും ഇത് കിട്ടി. ഇത് വ്യക്തമായ ഒരു തെളിവാണ്. നേരെ മറിച്ച് അവിടെ മലയാളത്തിൽ പ്രസംഗിക്കാൻ വന്നപ്പോൾ നിങ്ങൾ ഫിത്തനുണ്ടാക്കി ഹുസൈൻ സലഫി നിങ്ങൾ അറബികളെ കൊണ്ട് ആട്ടി ഓടിക്കാൻ നോക്കി. എവിടെ? ദുബായിലെ പിന്നെ എന്ത് മസ്ജിദാണ്? ഷെർവാനി പള്ളിയിൽ നിങ്ങൾ. എന്നിട്ടും അദ്ദേഹം നടത്തിയത് വേറെ വിഷയം. ഇപ്പോഴാണ് നമ്മുടെ അസ്ലം മർഹൂം, അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ, അദ്ദേഹത്തിന്റെ ബലത്തോടെ തന്നെ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ അള്ളാഹു ഒരു മനുഷ്യന് നൽകിയ സ്വാധീനം ഉണ്ടല്ലോ, ആ സ്വാധീനം ഉപയോഗിച്ച് സലാം മോങ്ങം നടത്തുന്ന എന്താ അവിടുത്തെ വിപ്ലവം നിങ്ങൾ വിചാരിക്കുന്നത്? ഈ നാട്ടിലെ സുന്നികളോട് ചോദിക്കേ, മാതൃഭാഷയിലെ ഖുത്ബ നടത്തിയിട്ട് പല സുന്നികളും വിശുദ്ധ ജീവിതം നയിക്കുന്നത് മുജാഹിദുകളുടെ ഖുത്ബ കേട്ടിട്ടാ. അങ്ങനെ ഈ കരസേവകൻ ഇസ്ലാം സ്വീകരിക്കാനുള്ള കാരണം എന്താ അറിയോ? അദ്ദേഹത്തിന് ഉറുദു നന്നായിട്ട് അറിയാം. ഈ ഉറുദുവിലെ ഖുത്ബ ഇദ്ദേഹം പള്ളിയുടെ സൈഡിൽ വെച്ച് ഇങ്ങനെ കേൾക്കും. കേട്ട് കേട്ട് ഇതാണ് ഇസ്ലാം എന്ന് മനസ്സിലായപ്പോ അദ്ദേഹം ആ ആദർശം വിട്ടെറിഞ്ഞ് ഇസ്ലാം സ്വീകരിച്ചു. ഇവിടെ സുന്നികൾ ശരിക്കും മനസ്സിലാക്കുക, നിങ്ങൾ അറബിയിൽ ഖുത്ബ പറയുമ്പോൾ RSSകാർക്ക് തെറ്റിക്കാൻ വലിയൊരു അതിന്റെ ആവശ്യമില്ലല്ലോ, അതിൽ ബലം പിടിക്കേണ്ട വാശി പിടിക്കേണ്ട കാര്യമുണ്ടോ? റസൂൽ പറഞ്ഞ ആ ഖുത്ബ ജനങ്ങൾക്ക് മനസ്സിലാവണം, അതുവഴി ജനങ്ങൾ നന്നാവണം. ഇനി മാറാടും പൂനാടും വിഴിഞ്ഞത്തും പൂന്തറയിലും ധാരാളം സുന്നികളാണുള്ളത്. അതുകൊണ്ട് തന്നെ ആ സുന്നികൾ നയിക്കുന്ന പള്ളികളിലെ ഖുത്ബ കേൾക്കാനാണ് അവിടുത്തെ NDF-കാരനും അവിടെ ജമാഅത്തെ ഇസ്ലാമിക്ക് പള്ളിയില്ലെങ്കിൽ അവർക്കും ആ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും ആ പള്ളിയിൽ വരാനേ കഴിയുന്നുള്ളൂ. അപ്പൊ നോക്ക്, മാറാട് കലാപുണ്ടായി, ഒരു വെള്ളിയാഴ്ചയായിരുന്നു, എല്ലാവർക്കും അറിയാലോ അല്ലെ? അടുത്ത വെള്ളിയാഴ്ച മാറാടുത്ത സുന്നി പള്ളിയില് ഇതിനെതിരെ എങ്ങനെ ഇവര് ബോധവൽക്കരിക്കുക? ആലോചിക്കണേ. ഞാൻ പറയുന്നത് കുറച്ച് ദീർഘിച്ച് പറയുന്നു, ഞാൻ പറഞ്ഞല്ലോ. ഇതിൽ എനിക്ക് കേരളത്തിൽ അവ്യക്തത ഉണ്ടാകാൻ പാടില്ല. ശാലിയത്ത് ജീവിക്കുന്ന ഒരൊറ്റ മുസൽമാനും എന്തുകൊണ്ട് മാതൃഭാഷയിൽ ഖുത്ബ നടത്തുന്നു എന്ന് ഇതിൽ കൂടുതൽ വിശദീകരിച്ച് പഠിപ്പിക്കാനില്ല. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾ ആലോചിക്കണം, അവിടെ അറബി തന്നെയായിരിക്കും ഖുത്ബ പറയാ. അപ്പോ ആ ഖുത്ബന്റെ തൊട്ട് മുമ്പ് അവർ ആലോചിച്ച് ഇന്നടത്തൊക്കെ ആയുധം വെക്കണം, ഇന്നടത്തൊക്കെ. ഖുത്ബ കഴിഞ്ഞിട്ടും അതേ പ്രതികരണം തന്നെ. കാരണം ഇത് ശരിയല്ല എന്ന് പഠിപ്പിക്കാനൊന്നും മാത്രവുമല്ല, വെള്ളിയാഴ്ച ഒരു പ്രത്യേകത. ലോകത്തിലെ അറിയപ്പെട്ടൊരു കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞെന്നറിയോ? മുസ്ലിങ്ങളെ വെള്ളിയാഴ്ച കിട്ടുന്ന പോലെ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ ലോകം മുഴുവനും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കാൽ കീഴിൽ വരുമായിരുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട്, ശ്രീകുമാർ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ, ശ്രീകുമാർ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ എഴുതുകയാണ്, ആത്മഹത്യയുടെ വേരുകൾ തേടി എന്ന ലേഖനത്തിൽ ആത്മഹത്യ ഏറ്റവും കൂടുതൽ കുറവ് മുസ്ലിങ്ങളിലാണ്. അതിന് പ്രധാന കാരണം അവരുടെ മാതൃഭാഷയിലുള്ള ഖുത്ബയാണ്. മലപ്പുറത്ത് മലയാള മനോരമ ഒരു സർവേ നടത്തിയിട്ട് പറഞ്ഞു, മുജാഹിദുകളുടെ സ്ത്രീകളും ജമായത്തിന്റെ സ്ത്രീകളാണ് ഏറ്റവും ഉത്ബുദ്ധർ, അതിൽ ഒന്നാം സ്ഥാനം മുജാഹിദുകൾ. കാരണം അവർ മാതൃഭാഷയിൽ ഖുത്ബ നടത്തുന്നു.
ഇനി ഇതിനോട് ചേർത്ത് ഒന്നുകൂടെ പറയട്ടെ, ഈ സമുദായം നന്നാവണ്ടേ? ഈ സമുദായത്തിന്റെ കേരളത്തിൽ തന്നെ മഞ്ചേരി അടക്കമുള്ള സുന്നി പള്ളിയിൽ മലയാളത്തിൽ പറയുന്നില്ലേ? മാത്രമല്ല ലോകത്ത് ഈ ജനതക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ? വെള്ളിയാഴ്ച ആരെങ്കിലും ഫോൺ ചെയ്തിട്ടുണ്ട് ജുമയങ്ങി പള്ളിയിൽ വരണേന്ന് പറയേണ്ട ഒരു അവസ്ഥ ഉണ്ട് നമുക്ക്. ഒരു മുസൽമാൻ നേരെ മറിച്ചടാ മുജാഹിദുകൾക്ക് മറുപടി പറയേണ്ട അലവി സക്കാഫി ഈ വരണേ എന്ന് ഫോൺ ചെയ്യേണ്ടി വരില്ലേ? കാരണം അയാൾ അറിയില്ല. അപ്പൊ വെള്ളിയാഴ്ച നോട്ടീസ് അടിക്കാതെ, പബ്ലിസിറ്റി ഇല്ലാതെ, ആളാരാണെന്ന് പറയാതെ സ്വമേധയാ അരമണിക്കൂർ ലോകത്ത് മനുഷ്യർ കാതുകൂർപ്പിച്ച് നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന വിഷയത്തെ പോലെ അവർക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന ഏതൊരു സമയമുണ്ട് സഹോദര. സുന്നി പള്ളിയിൽ നിന്നും മുജാഹിദ് പള്ളിയിൽ നിന്നും വെള്ളിയാഴ്ച ഖുതുബ കഴിഞ്ഞിട്ട് 15 വയസ്സുള്ള ഒരു കുട്ടി മുജാഹിദ് പള്ളിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരിക. 50 വയസ്സുള്ള പക്വതയുള്ള സുന്നികളിൽ അറിയപ്പെട്ട ഒരു ആചാര്യൻ, കിതാബൊന്നും അറിയില്ല, പക്ഷെ അയാൾ ആചാര്യാണ്. ഞങ്ങളുടെ ഒരു ആചാര്യൻ സുന്നി പള്ളിയിലാണ് 50 കൊല്ലവുമായിട്ട് പോയത്. ഇനി 50 കൊല്ലം ഖുതുബ കേട്ട് വരുന്ന ആചാര്യോട് വൈമധ്യത്തിൽ വെച്ച് ചോദിക്കാണ്, നിങ്ങൾ എവിടെയായിരുന്നു? ഖുതുബ കഴിഞ്ഞു വരികയാണ്. പള്ളിന്നോ? അതെ. ഇന്ന് എന്തായിരുന്നു ആചാര്യ ഖുതുബ? അപ്പൊ അയാൾ ഒരു നല്ല ഒച്ചയായിരുന്നു, നല്ല ഒച്ച. എന്തൊരു സൗണ്ട് എന്റെ മുസ്ലിയാർക്ക്, അൽഹംദുലില്ലാ ഒക്കെ കേട്ടാ ഞെട്ടിപ്പോട്ടോ. അല്ല ആചാര്യ, എന്തെങ്കിലും പഠിച്ചോ നിങ്ങള്? അപ്പൊ ആചാര്യ, നിങ്ങൾ അങ്ങനെയൊക്കെ ചോദിച്ചാ സ്വീപ്പായി. ഞാൻ ആ മൂലയിലിരുന്ന് കുറച്ച് ഉറങ്ങിപ്പോയി. ഇന്നലെ യാത്ര ചെയ്തൊരു ക്ഷീണം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉറങ്ങി, ഞാൻ കേട്ടിട്ടില്ല. പിന്നെ 50 കൊല്ലം പറഞ്ഞ ഖുതുബ നിങ്ങൾക്ക് മനസ്സിലായ ആചാര്യ? ഖുതുബേന്ന് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. അപ്പൊ നമ്മുടെ ചാലിയത്തെ മുജാഹിദ് പള്ളിയിൽ നിന്ന് 15 വയസ്സുള്ള SLC പഠിച്ച കുട്ടി ഇങ്ങനെ ഇറങ്ങി വരിക. അപ്പൊ ആ കുട്ടീനോട് ഇയാൾ ചോദിച്ചു, മോനെ ഇജ്ജ് എവിടുന്നാ വരുന്നേ? ഞാൻ മുജാഹിദ് പള്ളിയിൽ നിന്ന്. മോനെ എന്തായിരുന്നു അവിടുത്തെ ഖുതുബ? അവിടുത്തെ ഖുതുബ എന്തായിരുന്നു മോനെ? അപ്പൊ കുട്ടി പറയാണ്, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. സൂറത്ത് ആൽ ഇംറാനിലെ 3-ാം അധ്യായത്തിലെ 92-ാമത്തെ വചനമാണ്. കുട്ടി പറഞ്ഞു, ഞങ്ങളുടെ ഉസ്താദ് 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാൻ എന്നുള്ള അവിടെ എന്തൊക്കെ കിട്ടിയെന്നറിയോ നോളജ്? 3-ാം അധ്യായം എന്ന് പറയുമ്പോൾ ആൽ ഇംറാനാണത് എന്ന് വന്നു. ആ അധ്യായം 3-ാം അധ്യായം എന്ന് വന്നു. അതിലെ 92-ാമത്തെ വചനമാണിത് എന്ന് വന്നു. ആ വചനത്തിന്റെ അർത്ഥം എന്താ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്തും നിങ്ങൾ പടച്ച തമ്പുരാന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് പുണ്യം നേടാൻ കഴിയില്ല. ഈ ആയത്ത് വിശദീകരിച്ചിട്ട് ഉസ്താദ് അബൂ തല്ലത്തുൽ അൻസാരിന്റെ കഥ പറഞ്ഞു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ കഥ പറഞ്ഞു, അബ്ദുല്ലാഹി ഉമറിന്റെ കഥ പറഞ്ഞു. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചന്റെ മുമ്പത്തെ വെള്ളിയാഴ്ച വൈറ്റിലെ പള്ളിയിലെ ഒരു പ്രകാശൻ എന്ന് പറഞ്ഞു, മനോജ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്രിസ്ത്യൻ പയ്യൻ ഖുതുബ കേൾക്കാൻ വന്നു. എന്നിട്ട് അയാള് നമ്മുടെ സദസ്സിലിരുന്ന് ഖുതുബ കേട്ടു. ക്രിസ്ത്യാനിയാ. അപ്പൊ അയാൾ കുറെ കാലമായി മുജാഹിദുകളുടെ കേസറ്റ് കേൾക്കുന്നു, പിന്നെ അക്ബർ സാഹിബിന്റെ അടക്കമുള്ള ആളുകളുടെ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇസ്ലാമിലേക്ക് വരണമെന്നുണ്ട്, ഇത് പഠിക്കും. അന്ന് നടത്തിയിട്ടുള്ള ഖുതുബ വരെ വളരെ അഗാധമായി ശ്രദ്ധിച്ച് കേട്ടു ആ ചെറുപ്പക്കാരൻ. അവൻ പറയുന്നത്, ഞാനിങ്ങനെ ഒളിച്ചു നിന്നതൊക്കെ കേൾക്കാറുണ്ട്. ഇനി ഈ അടുത്ത കാലത്ത് ഞാൻ കോടതി പള്ളിയുണ്ട് തലശ്ശേരി. അപ്പൊ അവിടെ ഖുതുബ നടത്തുന്ന ഒരു ഘട്ടത്തിൽ ഒരാള് 2-3 വെള്ളിയാഴ്ച തുടർച്ചയായിട്ട് ജനലിന്റെ അടുത്ത് വന്നിക്കും, പള്ളി കയറൂല. അപ്പൊ ആരാണ്? ഒരു ഹിന്ദു സഹോദരനാ ഖുതുബ കേൾക്കാൻ വന്ന. ഇന്ന് അൽഹംദുലില്ലാ അയാൾ മുസ്ലിമാണ്. മുസ്ലിമായിട്ട് ഇപ്പോ 8 കൊല്ലത്തോളായി. 8 കൊല്ലം മുമ്പുള്ള കഥയെ പറയാം.